പരിപാലിച്ച അവിടുന്ന് ഞങ്ങളെ നടത്തിയ കരുതിയ വിധങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇതുവരെ കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ശേഷം കർത്താവ് ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നല്ല ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ കൂടെ പ്രാർത്ഥിക്കുന്നു. നാഥാ സ്തോത്രം. ദൈവമേ നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ, നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ, അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുമേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കളാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയോടെ ശുശ്രൂഷകളിൽ കർത്താവേ ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ അവരെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ. ദൈവമേ അവിടുത്തെ വിടുതലിൻ്റെ ശക്തി അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു കർത്താവ്, അവരെയും ബലപ്പെടുത്തുമാറാകണമേ. തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. സകലമാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം ആമേൻ കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ സ്തോത്രഗീതം പാടുക. നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ കാത്തവനേ. താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ കാത്തവനേ. താഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ. താഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രു മുൻപാകെ മേശയൊരുക്കും വിത്രനമേശുവേ സ്തുതിമാനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും വിത്രനമേശുവേ സ്തുതിമാനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കർഷവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവുമിതേ. കർഷവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവുമിതേ. ഉള്ളം കലക്കും നല്ല സഹോദരൻ കള്ളൂര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും നല്ല സഹോദരൻ കള്ളൂര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആമേൻ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ,
സ്തോത്രഗീതം പാടുക നീ മനമേ. ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ. മരുഭൂ പ്രയാണം കഴിയും വരെയും മറിക്കുമവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂ പ്രയാണം കഴിയും വരെയും മറിക്കുമവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിനും പതറിയിടരുതേ, താഴ്ന്നിരിൽ വഴി പോയിടിലോ. ഒന്നിനും പതറിയിടരുതേ, താഴ്ന്നിരിൽ വഴി പോയിടിലോ. മാന്യരിൽ മാനവൻ നമ്മോടു കൂടെ എന്നും അവൻ. മാനവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ. മരുഭൂ പ്രയാണം കഴിയും വരെയോ മറിയുമവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂ പ്രയാണം കഴിയും വരെയും മറിയുമവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ.
Praise the Lord. Praise the Lord. Praise the Lord. Praise God. Praise God. Praise God. Praise God. Praise the Lord. Hallelujah. Oh, thank you, Jesus. Hallelujah. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നാഥ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് ആമേ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലവും കടന്നു വന്നിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മെ നടത്തിയ, നമ്മെ കരുതിയ, നമ്മെ പരിപാലിച്ച, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, തുടർന്നുള്ള ശുശ്രൂഷകളിലും അവിടുത്തെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി ആമേ ആത്മാവിൻ്റെ നിറവോടെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. അവയെ നല്ല സാക്ഷ്യങ്ങളെ, അവയെ നല്ല ദൈവിക ആലോചനകളെ കേട്ട് ബലം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം ഏറ്റെടുപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തിരുമേശ നമ്മുടെ മധ്യമുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. കടന്നു വന്നിരിക്കുന്ന നമ്മെ എല്ലാവരെയും പേരുപേരായി കർത്താവ് ബലപ്പെടുത്തും. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കരം ആ വിഷയത്തിൻ്റെ മധ്യം നീട്ടേണ്ടതിന് അവയെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം കുടുംബങ്ങളെ ഒരു നിമിഷം ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. മഹാപരിശുദ്ധനായ ദൈവമേ, അടിയുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടി കർത്താവെ സ്വഭാവമായി കടന്നു വന്ന് ഹല്ലേലൂയ കർത്താവെ അങ്ങേയൊന്ന് സ്തുതിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന വൻകൃപയ്ക്കാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഇത്രത്തോളം ഹല്ലേലൂയ കർത്താവ് ഈ മരുഭൂമിയിൽ അടിയങ്ങളെ പരിപാലിച്ച വൻകൃപയ്ക്കാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. നല്ല പാട്ടുകളെ അടിയങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളെ അടിയങ്ങൾ തരണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഈ പൽക്കാലം ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കണം കർത്താവേ. അഭിഷേകത്തിനെയും കുടുംബത്തെയും ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്നു.
കർത്താവിൻ്റെ പരിശുദ്ധാത്മാവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ഒരുപോലെ ഹല്ലേലൂയ കർത്താവേ ഇന്ന് പൽക്കാലം അങ്ങയുടെ പാദപീഠത്തിലേക്ക് വെക്കുന്ന കർത്താവേ, അങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അടികളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതലടികൾക്ക് ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ വചനം ഹല്ലേലൂയ കർത്താവേ ഏറ്റെടുത്ത് ഹല്ലേലൂയ കർത്താവേ അങ്ങനെ ആശ്രയ ജീപ്പാളുടെ കൃപയടികൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പച്ചാ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അടികളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അടികളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു പച്ചാ. ഹല്ലേലൂയ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ പാദപീഠത്തിലേക്ക് വെക്കുന്നു കർത്താവേ. അങ്ങനെ ഇരിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം കർത്താവിനിക്കട്ടെ. വരവനാ ഒരുക്കണം യേശു ക്രിസ്തുവിന്റെ ദൈവം നാം തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 71 സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 71, 71 സങ്കീർത്തനം, അതിൻ്റെ അവസാനത്തെ വാക്യം 24 വാക്യം ചേർന്ന് പാടിയും നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. 71 സങ്കീർത്തനം, സാം 71. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 71 സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിക്കുവാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നുവല്ലോ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിപ്പീൻ, വിടുവിക്കാൻ ആരുമില്ല എന്നവർ പറയുന്നു. എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എന്റെ അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. എന്റെ വായ് ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ. അനവധി കഷ്ടങ്ങളും അർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജയിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ വീണുകൊണ്ടും നിന്റെ വിശ്വസതയോടും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവരെ ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എൻ്റെ നാവുകളുടെ നീതിയെക്കുറിച്ചും ജനത്വം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. ഹല്ലേലൂയ. എല്ലാ ദരങ്ങളും തുറക്കപ്പെടട്ടെ. അമ്മ ശബ്ദം ഉയർത്തി ഒരു അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമോ? ആമേ ഹല്ലേലൂയ. നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, നമ്മെ കരുതിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. നാം ഇപ്പൊ തിരുവഴുത്തെ വായിക്കുന്നത് പോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. അതിന്റെ കാരണം എൻ്റെ കർത്താവിന്റെ ബലമായിരിക്കുകയാ. ഹല്ലേലൂയ. നമ്മെ അത്ഭുതകരമായി ഇന്ന് വരെ നടത്തിയ കർത്താവ്, ഇന്ന് വരെ നിർത്തിയ കർത്താവ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് നൽകിയ കർത്താവ്, നമ്മെ സ്നേഹിച്ച സകല സ്നേഹങ്ങളും ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യമായ സ്നേഹം നമുക്ക് നൽകിയ നമ്മുടെ കർത്താവിനെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ നാം ദൈവസന്നിധിയിലായിരിക്കും. നമുക്ക് ചേർന്ന് പാടാം. ആദ്യനും അന്ത്യനും നീ മാത്രമേശുമേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ നീ മാത്രമേശുമേ. നമുക്ക് ചേർന്ന് ആമേൻ ഈ ഗാനം പാടാമല്ലോ. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി.
ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയാണിഞ്ഞും കാണും യേശുവേ ആദ്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ നിന്റെ ഗീതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ നിന്റെ ഗീതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ ആദ്യനോ
ഹല്ലേലൂയ. ആമേൻ. ആദ്യനും അന്ത്യനും ഹല്ലേലൂയ. നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആദ്യനോ അന്ത്യനോ നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. Praise God, praise God, praise God. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. Oh, yes. ഹല്ലേലൂയ. Hallelujah. Oh, hallelujah. Praise the Lord. ആമേൻ. ഹല്ലേലൂയ. സർവ്വശക്തിയുള്ള ദൈവമേ, Praise God. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച് ഒരു പാട്ടും കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. എൻ്റെ സങ്കേതവും ബലവും, എനിക്ക് ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവം അത്രേ. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. എന്റെ സങ്കേതവും ബലവും, അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും, എനിക്കേറ്റം അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും, Praise the Lord. എനിക്കേറ്റം അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും, എനിക്കേറ്റം അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ Praise the Lord, നടത്തും. praise the Lord, praise the Lord. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. എന്റെ സങ്കേതവും
എനിക്കേറ്റമടുത്ത തുണയോ എന്റെ സങ്കേതവും ബലവും. എനിക്കേറ്റമടുത്ത തുണയോ ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. എന്റെ സങ്കേതവും ആമേൻ ഹല്ലേലൂയ. എനിക്കേറ്റമടുത്ത തുണയോ എന്റെ സങ്കേതവും ബലവും. എനിക്കേറ്റമടുത്ത തുണയോ ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടുത്താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയോ വേഗം വന്നിടുത്താൻ. പുത്രനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആദിയോടെ ഞാൻ കാത്തിരിപ്പൂ. പുത്രനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആദിയോടെ ഞാൻ കാത്തിരിപ്പൂ. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയോ എന്റെ സങ്കേതവും ഹല്ലേലൂയ. എനിക്കേറ്റമടുത്ത തുണയോ ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമന്നു എന്നും താങ്ങി എന്നെ നടത്തൂ. എല്ലാ ഭാരങ്ങളും ചുമന്നു എന്നും താങ്ങി എന്നെ നടത്തൂ. കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം. കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയോ എന്റെ സങ്കേതവും ബലവും. എനിക്കേറ്റമടുത്ത തുണയോ ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇത്ര നല്ലവനാ പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയോ എന്റെ സങ്കേതവും ബലവും. എനിക്കേറ്റമടുത്ത തുണയോ ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയോ വേഗം വന്നിടുത്താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയോ വേഗം വന്നിടുത്താൻ.
വരുവാൻ ആർത്തിയോടെ ഞാൻ കാത്തിരുന്നു. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയോ, എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയോ, ഏതൊരാപത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇരുൾ തേങ്ങിടും പാതകളിൽ കരൾ വീണിടും വേളകളിൽ, ഇരുൾ തേങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലതുപോലെ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലതുപോലെ. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയോ, എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയോ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ, 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 ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ.
ഈ മരുഭൂമി യാത്രയിൽ എല്ലാ ഭാരങ്ങളും ചുമക്കുന്ന, അനുദിനവും താങ്ങി നമ്മെ നടത്തുന്ന, അവയെ കണ്ണുനീരിന്റെ വേളകളിൽ കണ്ണുനീർ തുടച്ച് നിത്യം നമ്മെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ്, ആ നല്ല കർത്താവിനെ ഇതരയിൽ രുചിച്ചറിയുവാൻ ഇടയായതുകൊണ്ട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, ജീവിതത്തിന്റെ അന്ത്യത്തോളം ഞങ്ങൾ ഈ കർത്താവിന് വേണ്ടി മാത്രം നിലകൊള്ളും. ഇരുൾ തെങ്ങിയ പാതകളിലും അവൻ ജീവിതത്തിൽ കരൾ വിങ്ങി എന്ന് തോന്നുന്ന വേളകളിലും അരികിൽ വന്ന് ബലം പകർന്ന് കൃപ നൽകി അനുദിനം അതിശയകരമായി അത്ഭുതകരമായി പരിപാലിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ പോലെ ഒരുവൻ ഈ ലോകത്തിലില്ല. അത് ഞങ്ങളുടെ കർത്താവ് മാത്രമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ, തകർന്ന വേളകളിൽ അരികിൽ ചേർത്ത് നമ്മെ അണയ്ക്കുന്ന ആ കർത്താവ്, അത് ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യയുള്ളത് കൊണ്ട്, അവിടുത്തെ വലിയ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് കൊണ്ട്, ആ കർത്താവിനെ രുചിച്ചറിയുവാനിടയായത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവേ, തിരുസന്നിധിയിൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കി ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ഈ ചെറിയ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ സ്തോത്രം അനർത്ഥങ്ങളിലും ആപത്തുകളിലും എല്ലാ സാഹചര്യങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് അതിശയകരമായി അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. നിത്യം ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്ന നാഥ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഇതുവരെ പരിപാലിച്ചല്ലോ. നാം ഇപ്പോൾ പാടിയതുപോലെ ആപത്തിലും അനർത്ഥങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലും അവിടെ നമ്മെ പരിപാലിച്ച് ഇന്ന് വരെ ഈ നിമിഷം വരെ കൊണ്ടുവന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി നമ്മെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മെ കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗം നമ്മുടെ ശ്രദ്ധയൊന്ന് തിരികെ 71-ാം സങ്കീർത്തനമാണ്. ഈ 71-ാം സങ്കീർത്തനം ആമേൻ നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് വൃദ്ധനായ ഒരു വ്യക്തി എഴുതിയ സങ്കീർത്തനമാണ് എന്നുള്ളതാണ്. ആമേൻ. ഇത് ദാവീദ് തൻ്റെ അവസാന സമയങ്ങളിൽ രചിച്ചതാണെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നൊരു സങ്കീർത്തനമാണ്. അനാഥ സങ്കീർത്തനങ്ങളുടെ അല്ലെങ്കിൽ തലക്കെട്ടിൽ ഇന്നയാൾ എഴുതി എന്ന് രേഖപ്പെടുത്താത്ത സങ്കീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു സങ്കീർത്തനം കൂടെയാണ് 71-ാം സങ്കീർത്തനം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥനയും സ്തോത്രവും ആമേൻ ഇടകലർത്തി ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുവാനുള്ള സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ആമേൻ അതിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുതേ. സ്തോത്രം. സങ്കീർത്തനക്കാരന് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം. ആമേൻ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന ആമേൻ വ്യക്തി ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്നൊരു ഉറപ്പ്
ആമേൻ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഉള്ളത് കൊണ്ട് തന്നെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ വിശുദ്ധീകരണം എന്ന വണ്ണം അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാമത്തെ വാക്യം, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ആമേ. ഗർഭം മുതൽ നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ അവിടുന്ന് എന്നെ താങ്ങിയ കർത്താവ്, അവിടുന്ന് എന്നെ പരിപാലിച്ച കർത്താവ്, അവിടുന്ന് എന്നെ നടത്തിയ കർത്താവ്. സ്തോത്രം. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എത്രയോ ആമേൻ സ്തോത്രം ആമേൻ കൃത്യതയോടെയാ തനി കാര്യം ഇവിടെ പറയുന്നത് എന്ന് ഇന്ന് പകൽക്കാലം നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുക. അതിനുശേഷം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, എൻ്റെ വായ് ഇടപെടാതെ നിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവിടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നീതി, രക്ഷ ഇവയൊക്കെ എണ്ണിക്കൂടാതെ വണ്ണം അധികമാ. ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ അവിടുത്തെ വീര്യപ്രവർത്തികൾ, അവിടുത്തെ നീതിയെ, അവിടുത്തെ രക്ഷയെ ഞാൻ വർണ്ണിക്കും. അവിടുത്തെ നീതി, അടുത്ത വാക്യത്തിൽ പറഞ്ഞ നീതിയെ ഞാൻ കീർത്തിക്കും. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. സ്തോത്രം. ഒരായുസ്സിൽ അനുഭവിച്ച് തീരേണ്ടതായ കഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ ചില നാളുകൾ കൊണ്ട്, വളരെ ചുരുക്കം ചില സമയങ്ങൾ കൊണ്ടൊക്കെ അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. അവർ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ സ്തോത്രം ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുക. അപ്പോൾ കഷ്ടങ്ങളിലും അനർത്ഥങ്ങളിലൊക്കെ കടന്നു വന്ന സാഹചര്യങ്ങളിൽ പലരും എന്നെക്കുറിച്ച് പറഞ്ഞ് അവൻ തീർന്നു പോയി, അവൻ ഇനിയില്ല. പക്ഷേ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തിയതുകൊണ്ട്, എന്നെ പരിപാലിച്ചതുകൊണ്ട്, അവിടുന്ന് എന്നെ കരുതിയതുകൊണ്ട്, അവിടുന്ന് എന്നെ താങ്ങിയതുകൊണ്ട് എനിക്ക് പറയുവാനായിട്ട് കഴിയും, ഞാൻ പലർക്കും അത്ഭുതമായിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. നീതിമാന്റെ അനർത്ഥം വരികയില്ലെന്നല്ല, അനർത്ഥങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്. ജീവിതത്തിൻ്റെ തലങ്ങളിൽ സ്തോത്രം എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഉറപ്പ്, തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആമേൻ സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിൽ ഒരു ഉറപ്പുണ്ട്. ആമേൻ സ്തോത്രം. ഏതെല്ലാം അനർത്ഥങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ആമേൻ സ്തോത്രം അവ എല്ലാറ്റിൽ നിന്നും എന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ആ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ മാത്രം ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ലോകത്തെ ജയിച്ച കർത്താവ്. സ്തോത്രം. കഷ്ടങ്ങളിലൂടെ കടന്നുപോയ കർത്താവ്, പാപമൊഴികെ നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കർത്താവ്, സകല ഭാരങ്ങളും അനുഭവിച്ചിട്ടുള്ള കർത്താവ്. ഈ കർത്താവ് നമ്മളോട് പറയുന്നത്, സ്തോത്രം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. അവസാനത്തെ ആ വാക്യത്തിൻ്റെ ഒരു ചുരുക്കം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, എൻ്റെ നാവ് ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോയിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം. ഞാൻ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ആമേൻ ഈ അനർത്ഥം അന്വേഷിച്ച് ഒരുപാട് പേരുണ്ട്. അവർ ലജ്ജിച്ചു പോകുമ്പോൾ സ്തോത്രം, ഞാനൊരു അത്ഭുതമായിരിക്കുകയാണ്. എൻ്റെ നാവ് ഇടവിടാതെ അവിടുത്തെ സ്തുതിയെ വർണ്ണിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ, പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ മനുഷ്യർ മാനുഷികമായിട്ടുള്ളത് ചിന്തിക്കുമ്പോൾ ആമേൻ തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ തൻ്റെ ജനത്തിന് വേണ്ടി കരുതുന്നൊരു കർത്താവുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും ആമേൻ സ്തോത്രം, നമുക്ക് ഈ കർത്താവിൻ്റെ നമ്മെ വിടുവിച്ച, നമ്മെ നടത്തിയ, നമ്മെ നിർത്തി അവിടുത്തെ കൃപയെ ഓർത്തുകൊണ്ട് നമ്മുടെ നാവ് ചലിക്കുവാനിടയായി തീരണം അവിടുത്തെ സ്തുതിയെക്കുറിച്ച് ഓർത്ത്. ആമേൻ. അവിടെ നമ്മെ വിടുവിച്ചതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് സ്തുതി കരയറ്റുവാനിടയായി തീരണം. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം, നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ, എൻ്റെ നാവ് ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ ആധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. കർത്താവ്
അതിനായി നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഒരു കാര്യവും കൂടെ, നമ്മെ നന്ദിയുള്ള ഹൃദയത്തിന് മാത്രമേ സ്തോത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. നന്ദിയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ സ്തുതി പാടാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ വ്യക്തതയോടെ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ഈ ഭൂമുഖത്ത് നാം കാണുന്ന ഒരു വ്യക്തി നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ചെറിയൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നാം നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ സ്തോത്രം, നാം അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് പോകുവാൻ തക്കവണ്ണം ഇന്ന് വരെ നമ്മെ ജീവിപ്പിച്ച നമ്മുടെ കർത്താവ്, ഇന്ന് വരെ നമ്മെ നിർത്തിയ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആമേൻ, സ്തോത്രം. ഒരു വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഒരു ദിവസം എത്ര രൂപയാകുമെന്ന് പ്രിയപ്പെട്ടവർക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെയെങ്കിൽ ഇതൊന്നും കൊടുക്കാതെ എത്രയോ കാലമാണ് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. സ്തോത്രം, നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് ഇന്നു വരെ നമുക്ക് നൽകി തന്നില്ലേ? പലപ്പോഴും സ്തോത്രം, ആമേൻ, ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ പോലും കർത്താവ് നമ്മെ ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ ആ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവ് അവിടുന്ന് നമ്മെ നിർത്തിയ, നമ്മെ കരുതിയ, എന്നെ പരിപാലിച്ച അവിടുത്തെ വിധങ്ങൾക്ക് സ്തോത്രം. ആ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം എഴുന്നേറ്റ് നിന്ന് പറയും. All children can stand together and they will recite the Bible verse. Abel Manoji will come forward and will lead the session. Praise the Lord. Psalm 16 verses 8. I am always aware of the Lord's presence. He is near and nothing can shake me. Amen. Amen. Shout hallelujah. ആമേൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പച്ചാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നാഥ, അവരെ അവിടുന്ന് ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ, സഹായിച്ചല്ലോ. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ അധികമായി പകരപ്പെടണമേ. ശേഷം കർത്താവ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന, എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുകയും അവർക്ക് പഠിപ്പാനുള്ള കഴിവും ജ്ഞാനവും കർത്താവരുടെ ബുദ്ധിയെയും പ്രകാശിപ്പിച്ച് ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ നമ്മുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും വിവിധ ദേശങ്ങളിലുമൊക്കെ ആയിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുമുഖം അന്വേഷിക്കുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരിക്കൽ കൂടി ചെയ്ത എല്ലാ ഉപകാരങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ദേശത്തെ ദൈവം ഞങ്ങളെ കുടുംബമായി ക്ഷേമത്തോടെ പരിപാലിക്കുന്ന വലിയ ദയക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം ഓർപ്പിക്കുവാനായിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാൻലി ജോർജ് എന്നാണ്. ഇന്നലെ ആരാധനയിൽ ദൈവദാസന പ്രാർത്ഥനാ വിഷയം ഓർപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. വളരെ കാലങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലെ യുവജന പ്രസ്ഥാനത്തോടും മറ്റു ഗുഡ് ന്യൂസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് വളരെ സജീവമായി ഞങ്ങൾ ഒരുമിച്ച് ചിൽഡ്രൻസ് മിനിസ്ട്രിയും മറ്റും പലതും ചെയ്തു വന്നതിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അവനിപ്പോൾ സൗദിയുടെ പ്രദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ അവനൊരു നെഞ്ചുവേദന വരികയും ചെക്ക് ചെയ്തപ്പോൾ 4 മേജർ ബ്ലോക്കുകളാണ് കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരാഴ്ചക്കാലം സൗദിയിലായിരുന്നു. സൗദിയിൽ പ്രിയ സഹോദരൻ ഒരു സഭയുടെ ചാർജ് കൂടി വഹിക്കുന്നുണ്ട്. അങ്ങനെ ശുശ്രൂഷാമുഖത്തും ജോലിയോടുള്ള ബന്ധത്തിലും പ്രിയ സഹോദരനായിരുന്നു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ഒരാഴ്ച അവിടെ ശുശ്രൂഷകൾക്ക് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടിൽ കടന്നു വന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് എറണാകുളം കാരിത്താസ് ഹോസ്പിറ്റൽ വിധേയനാകുന്നു. പ്രത്യേകാൽ പ്രിയ സഹോദരനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവൻ്റെ കുടുംബം ബോംബെയിലായിരിക്കുന്നു.
അവർ കടന്നു വന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പ്രത്യേക ആ സർജറിയെയും അവൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ്റെ ആരോഗ്യത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥലിരുന്നു. ആമേൻ. സ്തോത്രം. നമുക്ക് പ്രിയ സ്റ്റാൻലി ജോർജ് ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. നമ്മൾ ഇന്നലെയും പ്രിയ സഹോദരന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനായിട്ടിടയായല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ആ ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ ഡോക്ടേഴ്സിനോട് കൂടെ നേഴ്സസിനോട് കൂടെ കർത്താവിൻ്റെ കരം ഇരിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്ത് പ്രിയ സഹോദരനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ശുശ്രൂഷകളിൽ വീണ്ടും ആമേൻ സ്തോത്രം സജീവമാകുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, അവിടുത്തെ കൃപ പകരപ്പെടേണ്ടതിന്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി ആമേൻ അനുഭവിപ്പാൻ കർത്താവ് സഹായി എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യത്തോടെ ആമേൻ ജോലിയിലും ശുശ്രൂഷയിലും പ്രവേശിപ്പാൻ അവിടുത്തെ ദാസനെ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രത്യേകം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സാം കുട്ടിച്ചായനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡിസ്ചാർജായി ഭവനത്തിൽ ആയിരിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി അഭയ സ്തോത്രം. പ്രിയ സാം കുട്ടിച്ചായനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറിയാൻ ബി ദാനിയേൽ ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. NMC ഹോസ്പിറ്റലായിരിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ നിർത്തേണ്ടതിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ആണ് അവിടെ അഡ്മിറ്റ് ഹോസ്പിറ്റലായിരിക്കുന്നത്. കർത്താവ് പൂർണ്ണ സൗഖ്യം വിടുതലും എത്രയും പെട്ടെന്ന് നൽകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗോസ്പൽ ടീമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് 25 തീയതി ഡിസംബറിൽ നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കടന്നു വരുന്നവർക്കെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കാം. അമ്മേൻ ഇവിടേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നിയുക്തനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അതിൻ്റെ ക്രമീകരണങ്ങൾ ശുശ്രൂഷ പുത്തനഭിഷേകത്തോടെ കർത്താവ് നിർത്തേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമല്ലോ. സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ജീവനോട് ശേഷിക്കുന്ന അടിയങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മയ്ക്ക് നന്ദി കരേറ്റുവാനായി ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നതല്ല, കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇന്ന് പകലിൽ ഞങ്ങൾ എന്താണ് ചെയ്തെടുക്കേണ്ടത് അത് തികച്ചെടുക്കുവാനുള്ള ദൈവത്തിന്റെ ആലോചന ഇന്ന് പകലിൽ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. അതിനായി പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി അപ്പന്റെ പാദപീഠത്തോട് അടുത്ത് വരുന്നു. അങ്ങയുടെ ദാസൻ ഓർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സന്തോഷപ്രദ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി സാക്ഷ്യമായി തീരുവാൻ, ഇടവിൽ നിൽക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ സ്റ്റാൻലി ജോർജ് ബ്രദറിനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. താനിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ദൈവം അറിയുന്നു. ഞങ്ങൾ ആ വ്യക്തിയെ അറിയുന്നില്ല, എന്നാൽ ദൈവം ഉള്ളതുപോലെ അറിയുന്നുവല്ലോ. എന്റെ കർത്താവിന്റെ കരം ആ വ്യക്തിയുടെ മേലൊന്ന് വെച്ചിട്ട് ആസ്വദിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഇന്ന് 12:30 അവിടെ സർജറി നടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ കരവലയത്തിനുള്ളിലായിരിക്കാൻ നാഥാവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ഞങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സാങ്കുടിച്ചാൻ കൊടുത്ത വിടുതലായി സ്തോത്രം ചെയ്യുന്നു. താൻ പരിപൂർണ്ണ സൗഖ്യത്തോടെ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാഥാ ഈ ദിവസങ്ങൾ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ചെറിയ അത്ഭുതനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കൂടിയിരിക്കുമാറാകണമേ. ആമീൻ. കർത്താവ് 25 തീയതി നടക്കാൻ പോകുന്ന ആ സ്പെഷ്യൽ മീറ്റിംഗിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അക്രൈസ്തവരായിരിക്കുന്ന അനേകർക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം അതുമൂലം ഉണ്ടാകുമാറാകണമേ. ഒരു വ്യക്തിയെങ്കിലും പാപത്തിൽ നിന്ന് വിടുതൽ നേടുന്ന ദിനമാക്കി തീർക്കണമേ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. വരുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവേ വരണമെന്ന് പറയുന്നവർ തടസ്സം കൂടാതെ വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ നാഥ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളിൽ കർത്താവേ ഈ ദൈവസഭയ്ക്ക് ദൈവദാസന്മാരെ കർത്താവ് അയച്ചെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവസഭയെ നടത്തുന്നു. തുടർന്നും കർത്താവ് ഞങ്ങൾക്കൊരു ദൈവദാസനെ ആവശ്യമായിരിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അപ്പച്ചന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപാവിഷയത്തിന്മേൽ വ്യാപരിക്കുമാറാകണമേ. തുടർന്നുള്ള ശുശ്രൂഷ അപ്പന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാനങ്ങളുടെ ദാസനെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കണമേ. വചനത്തിന്റെ വർമ്മങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്ന് അത്
സ്വീകരിച്ച് ആമേൻ ഞങ്ങളുടെ ഹൃദയത്തിന് മാംസബലം എഴുതി അത് പ്രാവർത്തികമാക്കുവാൻ നാഥ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേശയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പകൽപ്പത്തോടെ അംശങ്ങളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സന്നിധി ബോധത്തോടെ ഞങ്ങളെ ഇരുത്തണമേ. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തണമേ. ദൈവകൃപയെ അനുഭവിച്ച് മടങ്ങി പോകാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര. സകല മഹത്വവും അപ്പച്ചന് അടിയങ്ങൾക്കായി ജീവൻ അർപ്പിച്ച ക്രിസ്തുവേശുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോട് കേട്ട് ഉത്തരമരുളണം സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാമോ? എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 3 and verse 16 onwards. ആമേൻ ആമേൻ. സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിലെ 2ാമത്തെ പ്രാർത്ഥനയാണ്. നമുക്ക് ആദ്യത്തെ പ്രാർത്ഥന 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വളരെ ആത്മാർത്ഥമായ എഫേസ്യ സഭയോടുള്ള ബന്ധത്തിലുള്ള 2ാമത്തെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. അതാണ് 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവരാത്മീകമായി വളരണമെന്നുള്ളതാണ്. അവരെക്കുറിച്ച് മാതാപിതാക്കൾ, മറ്റു പ്രിയപ്പെട്ടവർ, സഹോദരങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അവർ ബൗദ്ധികമായി വളരണം, അവർ ശാരീരികമായി വളരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്കും ആഗ്രഹമുണ്ട് അവർ ആത്മീകമായി വളരണം. എന്നാൽ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരാത്മീകമായി വളരണമെന്നുള്ളതാണ്. ആമേൻ. ഇത് തന്നെയാണ് അവൻ ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസിൻ്റെ ദൈവസഭയോടുള്ള ആഗ്രഹവും അവരാത്മീകമായി വളരണം എന്നുള്ളതാണ്. ശോഷിച്ച അവസ്ഥകൾ മാറണം എന്നുള്ളതാണ്. അവൻ ദൈവാത്മാവിനാൽ അവർ നിറയണം എന്നുള്ളതാണ്. ദൈവസ്നേഹത്തെ അവർ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പൗലോസ് അവൻ എഫേസ്യ സഭയെക്കുറിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 16-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു: അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ, അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളുടെ അകമയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ അകമയുള്ള ആത്മാവ് ശക്തിയോടെ ബലപ്പെടണം എന്ന് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാ ബലപ്പെടേണ്ടത്? തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം. സ്തോത്രം. തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം. തൻ്റെ ധനത്തിൻ്റെ മഹത്വം, അവൻ നമ്മിൽ പകരുന്ന ശക്തിയുടെ മഹത്വം എത്രമാത്രം വലുതാണെന്നുള്ള തിരിച്ചറിവോടെ ആയിരിക്കണം അവൻ ഒരു വ്യക്തിയുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടത്. അവൻ ഇതിന് നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യക്തതയുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ. ഇതിൽ കേവലം ഒരു 100 രൂപ മാത്രമാണ് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരിക്കലും ആ വ്യക്തിക്കുള്ള ആ ധനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു തുകയല്ല 100 എന്ന് പറയുന്നത്. അത് കേവലം ചെറിയൊരു പങ്ക് മാത്രമാണ്. എന്നാൽ അതേസമയം ഈ 1,00,000 രൂപ തൻ്റെ കൈവശമുള്ള ഒരു വ്യക്തി
അതിൽ 10,000 മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും ആ വ്യക്തിയുടെ കൈവശം ഇത്രയുണ്ട്. തൻ്റെ ധനത്തിൻ്റെ ആ വലുപ്പത്തിനൊത്തവണ്ണമാണ് മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. പങ്കല്ല, സ്തോത്രം, തൻ്റെ കയ്യിലുള്ള ധനത്തിൻ്റെ ആ വലുപ്പത്തിനൊത്തവണ്ണം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ദൈവാത്മാവിൻ്റെ ശക്തിയെ സംബന്ധിച്ച്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം എന്ന് പറയുമ്പോൾ തിരുവഴുത്തിൽ എഴുതിയിരിക്കുകയാ, അവിടുത്തെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, സ്തോത്രം, തന്നെ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഇതിന്റെ അർത്ഥം ദൈവം അവിടുത്തെ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയാകണം. സ്തോത്രം. അത് തിരിച്ചറിയണമെങ്കിൽ ആ ദൈവാത്മാവിന്റെ ശക്തി തൻ്റെ ജനത്തിന്റെ മേലൊന്ന് വ്യാപരിക്കണം. ആമേൻ. ഈ ശക്തി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. റോമാലേഖനം 8:9 നാം വായിക്കുന്നത്, യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ്, ഒരിക്കലും പുറത്തു വരികയില്ല എന്ന്, സ്തോത്രം, ചിന്തിച്ചുകൊണ്ട് ആയിരുന്ന സകല മണ്ഡലങ്ങളെയും തകർത്ത് ആമേൻ യേശുവിനെ പുറത്തു കൊണ്ടുവന്ന ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതേ ശക്തിയെക്കുറിച്ച് റോമർ 8:9 തന്നെ പറയുന്നു, ഈ ശക്തിയാണ് നമ്മിലും എന്ത് ചെയ്യുന്നത്, വസിക്കുന്നത്, നമ്മിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശക്തി തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്ന ഇത് പോരാ കേട്ടോ. സ്തോത്രം. ഇതിപ്പോൾ നാമധേയ സഭകളെ പോലെ ആയിപ്പോയി. സ്തോത്രം. എല്ലാവരും പെന്തക്കോസ്ത് സഭയാണെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണമെന്ന്. അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ടാൽ ബാക്കിയെല്ലാം ഓക്കെ ആയി. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞാനിവിടെ ആത്മാർത്ഥതയോടെ ഇവിടെ നിൽക്കുമ്പോൾ പറയട്ടെ, ആ പുറയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാ തുറക്കാത്തവരൊന്ന് വാ തുറന്ന് സ്തോത്രം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പേര് വിളിച്ച് ഞാൻ സ്തോത്രം പറയും, ഈ പിള്ളേരെയൊക്കെ പറയുന്ന എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ ഒന്ന് വന്ന് നിന്നിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് പ്രസംഗിക്കണം, ആ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാകണമെങ്കിൽ. അല്ലേ, നമ്മുടെ ഈ പെന്തക്കോസ്ത് സഭയിൽ നിൽക്കുമ്പോൾ പാസ്റ്റർമാർക്ക് ഒരാഗ്രഹമുണ്ട്. മറ്റ് സഭകളെ ഒന്നും ഞാൻ കണക്ക് കൂട്ടത്തില്ല. ഒരാഗ്രഹമുണ്ട്. സ്തോത്രം. ദൈവജനം നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ ഒരുമിച്ചല്ലേ ശുശ്രൂഷിക്കുന്നത്. ഈ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് പറഞ്ഞാൽ അവർക്ക് അറിയാം കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണം. സ്തോത്രം. യേശുവിന്റെ കാലത്തെ പരീശന്മാരെ പോലെ ആകരുത്, യേശുവിന്റെ കാലത്തെ യഹൂദന്മാരെ പോലെ ആകരുത്. യേശു കർത്താവ് എത്ര ആത്മാർത്ഥമായി ദൈവാത്മാവി പ്രസംഗിച്ചിട്ടും അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ വന്നിരിക്കുന്നത് യേശുവിനെ എങ്ങനെയും കുറ്റം വിധിക്കാനായിട്ട്. ഇത് പകൽക്കാലം പറയട്ടെ, ഈ ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ നാം അറിയാത്ത ചില വിടുതലുകൾ നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ശക്തി നമ്മിലേക്കൊന്ന് വ്യാപരിപ്പാൻ ഇടയായി തീരണം. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ആമേൻ. സ്തോത്രം. യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാ. ആ റോമാലേഖനം 8:9 വാക്യം ഒന്ന് വായിക്കാമോ? റോമൻ 8:9. നിങ്ങളോ എന്നു വരികിൽ അവനുള്ളവനല്ല, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനുള്ളതാകുന്നു. സ്തോത്രം. റോമർ 8:9 തന്നെയല്ലേ? യേശുവിനെ ആ വാക്യം വായിച്ചേട്ടെ. യേശുവിനെ മരിച്ചവന്റെ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളിൽ വസിക്കുന്നവന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ ശക്തിയുടെ പ്രത്യേകത എന്തുവാ? ഈ ശക്തി ജീവിപ്പിക്കുന്ന ശക്തിയാണ്. അവൻ മരിച്ചു എന്ന് പറയുന്നതിനെ പുനർജീവിപ്പിക്കുന്ന ശക്തിയാണ് ഈ ശക്തി. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കേവലം ഒരു ശക്തിയായിട്ട് നാം കാണരുത്. സ്തോത്രം. അത് എവിടെയെല്ലാം ബലഹീനമായിരിക്കുന്നു, അവൻ മരിച്ചു എന്ന് പറയുന്നു, അതിനെയെല്ലാം പുനർജീവിപ്പിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ഈ ശക്തി. സ്തോത്രം. അതുകൊണ്ട് മത്തായി 26:41 ആമേൻ. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്
വളരെ ശക്തമായി ദൈവസന്നദ്ധയിൽ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഇരുന്നുറങ്ങുന്നത് കണ്ടിട്ട് അവരുടെ അടുക്കൽ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. അടുത്ത വാക്ക്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പരീക്ഷ വരുമെന്ന് ആത്മാവ് ഉണർത്തിക്കുക. സ്തോത്രം. അവിടെ ചെന്ന് അവൻ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പരീക്ഷ വരുന്നുണ്ട്, ഈ പരീക്ഷയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ജഡം ബലഹീനം, അത് സത്യമാ. പക്ഷെ ജഡത്തിന്റെ ബലഹീനതയെ മറികടക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ ജഡത്തിന്റെ ബലഹീനതകളെ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവ സന്നിധിയിലായിരുന്നാൽ പരീക്ഷകളിൽ നിങ്ങൾ ജയിപ്പാനിടയാകും. Praise the Lord. Praise the Lord. Hallelujah. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ ഭാഗം വെച്ചിട്ട് ആത്മാർത്ഥമായി വളരെ സാവകാശം ചോദിക്കാം. ആമേൻ. എന്തിനാ നാം പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയ്ക്കോ ആത്മാവിന്റെ ശക്തിക്കോ? സ്തോത്രം. പലപ്പോഴും ജോലി ചെയ്ത ക്ഷീണിച്ച വളരെ അവശതയോടെ അവ കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം, ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ ഉണർത്തിക്കുന്നത് ഒരു 5 മിനിറ്റ് ദൈവസന്നിധിയിലിരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണെങ്കിൽ, സ്തോത്രം, ജഡം ബലഹീനമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കാതെ കിടന്നുറങ്ങുന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, സ്തോത്രം, ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ തൊട്ടുണർത്തുന്നത് ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ജഡം ബലഹീനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭായോഗത്തിന് വരാതെ വീട്ടിലിരിക്കുവാനാ സ്തോത്രം ജഡം നമ്മെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, സ്തോത്രം, അവൻ സഭായോഗത്തിന് കടന്നു വന്ന് വിടുതൽ ഏറ്റെടുക്കണമെന്നോ ആത്മാവിന്റെ ശക്തി പ്രാപിക്കണമെന്നോ ദൈവാത്മാവ് വിളിച്ചു പറയുമ്പോൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ അവൻ ദൈവാത്മാവിന്റെ വാക്കുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നവരാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം ഇങ്ങനെ നാം വായിക്കുന്നേ, 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചേ. ആമേൻ. യഥാർത്ഥത്തിൽ പെന്തക്കോസ്ത് ഗോളത്തിൽ ഇതാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. പുറമേയുള്ളവൻ ക്ഷയിക്കുന്നതിന് ആമേൻ സ്തോത്രം തത്തുല്യമായി അകമേയുള്ളവനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ക്ഷയിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആത്മാവ് പ്രാപിച്ചവൻ എന്താ പറയുന്നത്? അവൻ ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കും. പുറമേ ഉള്ളവൻ ക്ഷയിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലോ സ്തോത്രം ആമേൻ ഹല്ലേലൂയ, ഈ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് മാറ്റുവാൻ കഴിയുന്ന, ഈ കാണുന്നതിൽ നിന്ന് തേജസ്കരണത്തിലേക്ക് മാറ്റുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ആത്മാവിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നിടത്തോളം അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുകയാ. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓരോ ദിവസം നാം താണ്ടുമ്പോഴും നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ആമേൻ. അങ്ങനെയെങ്കിൽ വളരെ വ്യക്തത പറയും. ഇതിന്റെ സ്തോത്രം വ്യക്തതയോടെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, പുറമെയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ആമേൻ സ്തോത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ക്ഷയിച്ചു പൊക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ക്ഷയിച്ചു പൊക്കോട്ടെ, പക്ഷെ അകത്തെ മനുഷ്യൻ, ഞാൻ ആമേൻ സ്തോത്രം ഏറെ ബഹുമാനിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന പിതാക്കന്മാർ ഒത്തിരിയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് പിതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉള്ളതെന്നറിയാമോ? അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, സ്തോത്രം, ഇവർക്ക് നിത്യതയെക്കുറിച്ച് ഭയങ്കര ബോധ്യമാണ്. അവൻ പല പ്രിയപ്പെട്ടവരെയും കണ്ടിട്ടുണ്ട്, അവരുടെ ബാഹ്യമായ ഓർമ്മശക്തി പോലും നശിച്ചു പോയിട്ടോ അവരിരുന്ന് പാടുന്നത് മുഴുവൻ നിത്യതയെക്കുറിച്ചുള്ള ഗാനങ്ങളാണ്. അതൊന്നും അവർ മറന്നിട്ടില്ല. എന്താ അതിൻ്റെ കാരണം? ഞാൻ മനസ്സിലാക്കിയത്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കർത്താവിനെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞവരാ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ പ്രാപിച്ചിട്ടുള്ളവരാ. അതുകൊണ്ട് സ്തോത്രം പുറമെയുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോകും. ആമേൻ സ്തോത്രം. സ്വന്തം
ഭാര്യയോ ഭർത്താവിനെയോ കയറി സ്തോത്രം അമ്മയെന്നും അച്ഛാന്നും ഒക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. മക്കളെ കയറി അച്ചാച്ചാന്ന് വിളിക്കുന്ന ആളുകളെ കേട്ടിട്ടുണ്ട്. സ്തോത്രം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും പക്ഷെ അവർ ഒരു കാര്യത്തിനകത്ത് അവർക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. അവർ മറന്നു പോയിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? അവർ മറന്നു പോകാത്തത് ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലാമെന്നുള്ള സ്തോത്രം അവരുടെ ഉറപ്പിന് അവർക്ക് ഓരോ സ്തോത്രം കോട്ടവ് സംഭവിച്ചിട്ടില്ല. അവർ ആ കാര്യം മറന്നു പോയിട്ടില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആ യേശുവിനെ അവർ അനുഭവിച്ചറിഞ്ഞിരിക്കുകയാ. പുറമെയുള്ളതെല്ലാം ക്ഷയിച്ചു പോയാലോ അക്കമയുള്ള മനുഷ്യൻ ശക്തിയോടെ നിൽക്കുന്നത് കൊണ്ട്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ ഉള്ളിലേക്ക് വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കൊരു ഉറപ്പുണ്ട്. പുറമെയുള്ള സകലത നശിച്ചു പോയാലോ എന്റെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമ്മിൽ വരണമെന്നുണ്ടെങ്കിൽ അകമയുള്ള മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ടേ മതിയാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ നാം വായിക്കുന്നേ, സ്തോത്രം, നമ്മുടെ കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ. സ്തോത്രം. യൗവനക്കാരും ബാല്യക്കാരെല്ലാം തളർന്നു വീണാല്, ഈ ലോകത്തിൽ ആരോഗ്യമുണ്ട്, പുറമെ ആരോഗ്യമുണ്ടെന്ന് പറയുന്നവരെല്ലാം തകർന്നു പോയാലോ അക്കമേ ശക്തിയുള്ളവേ, ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവേ, അവൻ ശക്തിയെ പുതുക്കുക തന്നെ ചെയ്യോ. സ്തോത്രം. അവർക്കാണ് ശക്തി അധികമായി കർത്താവ് പകർന്നു നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തിയുടെ പ്രത്യേകത ഈ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയിലുണ്ട്. 1:19. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. ഇന്ന് പകലും പറയാം, ഈ ശക്തിയൊന്നും നമുക്ക് അളക്കാൻ പറ്റുന്ന ശക്തിയല്ല. ആമേൻ. ഇത് അളക്കുവാൻ ആര് ശ്രമിച്ചാലും അവർക്കതിന് കഴിയുകയില്ല. സ്തോത്രം. ഈ ശക്തി, ആമേൻ, അളവറ്റ ശക്തി, ഈ ശക്തി നമ്മി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും ആ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. അകമേ ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം പുറമെയും ദൈവപ്രവർത്തികൾ വെളിപ്പെടും. സ്തോത്രം. അകമേ ആ ശക്തി വ്യാപരിച്ചാൽ പുറമെയും അതിന്റെ പ്രവർത്തി വെളിപ്പെടും. അതാ നാം മുമ്പ് റോമലേഖനത്തിൽ വായിച്ചത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോ കല്ലറയ്ക്കകത്ത് ഇനി ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പറഞ്ഞ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര വെച്ചിരുന്ന പടയാളികളെ കാവൽ നിർത്തിയിരുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുമ്പോൾ നാം അറിയാത്ത ചില അത്ഭുതങ്ങൾ പുറമേ നടക്കുവാൻ ഇടയായിത്തീരും. Praise the Lord. നാം തിരിച്ചറിയാത്ത ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിപ്പാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലവും ദൈവജനത്തെ തൊട്ടുണർത്തുന്നത് നമ്മുടെ അകമയുള്ള മനുഷ്യനൊന്ന് ശക്തിപ്പെടട്ടെ, നമ്മുടെ അകമയുള്ള മനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. അകമയുള്ള മനുഷ്യൻ ഇന്ന് പകൽക്കാലം ശക്തിപ്പെടുന്നുവെങ്കിൽ ചില പരീക്ഷാ ഘട്ടങ്ങൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോ അതിൽ ദൈവം പരിപൂർണ വിടുതൽ നൽകും, പരിപൂർണ ജയം നൽകുവാനിടയാകും. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. ആഗ്രഹം അതായിരിക്കട്ടെ. നമ്മുടെ ആക്കമയുള്ള മനുഷ്യൻ ഓരോ മീറ്റിങ്ങിലും നാം സംബന്ധിക്കുമ്പോഴോ നമ്മുടെ ആഗ്രഹം, എൻ്റെ ആക്കമയുള്ള മനുഷ്യൻ ഈ ആത്മാവ് പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ആ ശക്തി എനിക്ക് അനുഭവിച്ചറിയുവാനിടയായി തീരണം. സ്തോത്രം. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ഭാഗം വേഗം നിർത്താം. രണ്ടാമത്തെ ഭാഗം 1 നാം വായിച്ചത് 16. തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യന് ശക്തിയോടെ എന്ത് ചെയ്യണം? ബലപ്പെടണം. ബലപ്പെടണം. അടുത്ത 17ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നേ, ക്രിസ്തു, അപ്പോസ്തലനായ പൗലോസിന്റെ സഭയോടുള്ള രണ്ടാമത്തെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. 3 കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ദൈവമക്കൾ ശ്രദ്ധിച്ചോ. 3 കാര്യങ്ങൾ. 1, നിങ്ങൾ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? വേരൂന്നണം. 2, അടിസ്ഥാനപ്പെടണം. 3, അവിടെ എഴുതിയിരിക്കുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വിശ്വാസത്താൽ എന്ത് ചെയ്യണം?
വസിക്കണം. ഈ ക്രിസ്തുവും ദൈവമക്കളും തമ്മിലുള്ള ആഴമായ ബന്ധമാണ് ആമേൻ ഇവിടെ കുറിക്കുന്നത്. സ്തോത്രം. വാക്കുകളാലല്ല, നമുക്ക് വാക്കുകൾ കൊണ്ട് എത്ര പേരെയും ചെയ്യാൻ കഴിയും. വാക്കുകളാലല്ല, പ്രവർത്തികൾ കൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം. കർത്താവ് എപ്പോഴാണ് സ്നേഹിക്കുന്നത്? ഒരു പിതാവിനെ കുഞ്ഞുങ്ങൾ, തലമുറകൾ സ്നേഹിക്കുന്നത് ആ പിതാവ് അല്ലെങ്കിൽ മാതാവ് പറയുന്നത് അനുസരിക്കുന്നതിലൂടെയാണ്. അവൻ അനുസരിക്കുന്നതിലൂടെയാണ് സ്നേഹം കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളെ, അവൻ അവിടുത്തെ വചനങ്ങളെ, തിരുമൊഴികളെ കേട്ടനുസരിക്കുന്നതിലൂടെ ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാനായിട്ട് കഴിയണം. ആമേ. ആ സ്നേഹം ഉയരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. അപ്പം ഈ പദപ്രയോഗങ്ങൾ ഞാനൊന്ന് എടുക്കുകയാണ്, ഞാനിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ഒന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വേരൂന്നുക എന്നുള്ളതാണ്. ഈ വേരൂന്നുക എന്ന പദം നമുക്കറിയാം സസ്യങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട. വൃക്ഷം ശരിയായ രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് ഉറപ്പുള്ളതായിരിക്കണം. സ്തോത്രം. നമുക്ക് ഈ ചില കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ചില വൃക്ഷങ്ങളൊക്കെ കടപുഴുകി വീഴുക എന്ന് പറയാം. മരമൊക്കെ മറിഞ്ഞു പോകുന്നത് കാണാം. അന്നേരം നമുക്കത് അത് മനസ്സിലാകും. ഈ മരം നിൽക്കുന്നത് കാണുമ്പോഴേ ചില പ്രിയപ്പെട്ടവർ പറയും, മിക്കവാറും ഈ കാറ്റടിക്കുമ്പോൾ ഈ മരം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, താഴെ പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം സ്തോത്രം, അതിൻ്റെ വേര് ശരിയായ വിധത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. വേരുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷേ അത് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ മരം മറിഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, സ്തോത്രം, വചനം നമ്മെ പഠിപ്പിക്കുന്നത് അമേൻ സ്തോത്രം, നമ്മെ ഒരു വൃക്ഷത്തോട് ഉപമിച്ച് കഴിയുമ്പോൾ അമേൻ സ്തോത്രം, വേര് ആഴത്തിലേക്ക് ഇറങ്ങി. എങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങണം? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ കാറ്റടിച്ചോട്ടെ, കോളടിച്ചോട്ടെ, പ്രതിസന്ധികൾ കടന്നു വന്നോട്ടെ, പ്രശ്നങ്ങൾ കടന്നു വന്നോട്ടെ, ഇതിന്റെ മധ്യത്തിലോ സ്തോത്രം തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കുന്ന ഒരു കർത്താവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ടിടയാകും. സ്തോത്രം. ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പറിച്ചു കളയുവാ ഈ ലോകത്തിലെ ഒരു കാറ്റിനും കഴിയില്ല. സ്തോത്രം. ഒരു പ്രതിസന്ധികൾക്കും കഴിയില്ല. അപ്പോസ്തലന്മാരെ എടുത്തു നോക്കിക്കേ. സ്തോത്രം. ആമേൻ. അനേക വിശ്വാസ വീരന്മാരെ എടുത്തു നോക്കിക്കേ, ഭക്തന്മാരെ എടുത്തു നോക്കിക്കേ, ഹീറോയ്സ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ സ്തോത്രം നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ആമേൻ ഒരുപാട് ദൈവദാസന്മാർ, ദൈവദാസിമാരുണ്ട്. കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊണ്ടവര്. പ്രിയപ്പെട്ടവരെ, അവരൊന്നോ സ്തോത്രം ആമേൻ കേവലം യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് ഒരു സൈഡിൽ നിന്നവരായിരുന്നില്ല. പകരം കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാ. അവരുടെ ജീവിതത്തിന്റെ തലങ്ങളിൽ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെന്നേ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നേ, നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയാത്ത പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. എന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവരെ പറിച്ചു കളയുവാൻ ഈ ലോകത്തിലെ ഓരോ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ വിശ്വാസത്തിന്റെ ആ നിലനിൽപ്പ് ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ. അതെ, ആ വിശ്വാസം എന്നിലും വ്യാപരിക്കുന്നത് കൊണ്ട് കേവലം ഒരു കാറ്റിനോ കോളിനോ പ്രതിസന്ധിക്കോ സ്തോത്രം എന്റെ ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പറിച്ചു കളയുവാൻ കഴിയുകയില്ല. സ്തോത്രം. രണ്ട് അടിസ്ഥാനമാ. ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് കെട്ടിടവുമായി ബന്ധപ്പെട്ട ഒരു പദപ്രയോഗം നമുക്കറിയാം. ഈ അടിസ്ഥാനം എത്രമാത്രം ആഴത്തിലേക്ക് പോകുമോ അത്രയും കെട്ടിടം ഉയരത്തിലേക്ക് പണിയാനായിട്ട് കഴിയും. ഇവിടെ സ്തോത്രം, കെട്ടിടം പണിയുന്ന പ്രിയപ്പെട്ടവർ, കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കറിയാം ആ കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ആമേൻ നമ്മൾ എത്ര നില മുകളിലേക്ക് പണിയുന്നു അതിനനുസരിച്ച് അടിസ്ഥാനം നമ്മൾ സ്ട്രോങ് ആക്കുക. എന്തിനാ ഈ അടിസ്ഥാനം സ്ട്രോങ് ആക്കുന്നത്? സ്തോത്രം, ഈ മുകളിലേക്ക് പണിയുമ്പോൾ ഈ കെട്ടിടം മറിഞ്ഞു പോകാനായിട്ട് പാടില്ല. അങ്ങനെയെങ്കിൽ സ്തോത്രം എത്രമാത്രം ആമേൻ അടിസ്ഥാനം നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ ഉറച്ചതായിരിക്കുമോ അത്രയോ ആമേൻ സ്തോത്രം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നാൽ നാം തകർന്നു പോകുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ ആമേൻ നാം അടിയുറച്ചവരായിരിക്കണം. സ്തോത്രം. ഞാൻ കണ്ടു വരുന്ന ഒരു കാഴ്ച പറയാം. പലപ്പോഴും ചെറിയൊരു പ്രയാസം, ചെറിയൊരു പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിന്നെ മീറ്റിങ്ങിന് കടന്നു വരാത്തവരുണ്ട്. പിന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നവരുണ്ട്. ചോദിച്ചാൽ പറയും, സ്തോത്രം, എൻ്റെ പ്രാർത്ഥന കർത്താവ് എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല.
സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ആമേൻ നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്നേഹം ഉറച്ചതാണെങ്കിൽ ആമേൻ സ്തോത്രം, ഈ പ്രതിസന്ധികളുടെ എല്ലാം മധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും ഉണ്ട് എന്ന ഉറപ്പോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ സ്തോത്രം, ഈ ആമേൻ മീറ്റിങ്ങുകളെ നാം മുടക്കുകയില്ല. സ്തോത്രം, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മകളെ നാം മുടക്കുകയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം അടിയുറച്ചതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 8:35 നാം എന്താ വായിക്കുന്നത്? റോമാലേഖനം 8:35 എടുത്ത് വായിക്കാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ ആ ആ ആ ആ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. നമുക്ക് ഒരുമിച്ച് ഇത് പറയാൻ കഴിയുമോ? സ്തോത്രം. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഈ ലോകത്തിലുള്ള യാതൊരുവിധ പ്രയാസങ്ങൾക്കോ കഴിയുകയില്ല. ഈ വിധ കാര്യങ്ങളിൽ നിന്ന് ക്രിസ്തു എന്നെ സ്നേഹിച്ച സ്നേഹം നിമിത്തം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് ഈ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ, ഈ ത്യാഗോജ്ജലമായ സ്നേഹത്തെ, ആ ജീവൻ നൽകിയ സ്നേഹത്തെ നാം ഓർക്കുമ്പോൾ സ്തോത്രം, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആവർത്തിച്ച് ഒരിക്കൽ കൂടെ പറയാം, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ആമേൻ ഒരു വ്യക്തിയും ഈ ഭൂമുഖത്തില്ല. എല്ലാവരുടെയും സ്നേഹം കല്ലറ കൊണ്ട് അവസാനിക്കും. ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞാൽ ഓർത്താൽ ഓർത്ത്, ഇല്ലെങ്കിലില്ല. എന്നാൽ സ്തോത്രം, നമ്മെ കർത്താവ് സ്നേഹിച്ചത്, ഒന്ന്, അവിടുന്ന് ജീവൻ നൽകി സ്നേഹിച്ചു. രണ്ട്, അവിടുത്തെ സ്നേഹം നിത്യമായ സ്നേഹമാണ്. സ്തോത്രം. ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറയാമോ? ഈ ലോകത്തിലെ താൽക്കാലികമായ പ്രയാസങ്ങൾക്ക് എൻ്റെ യേശുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. അവിടുത്തെ സ്നേഹം, ആമേൻ സ്തോത്രം, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അടിസ്ഥാനമുള്ളതാ. ആമേൻ. അവനുമായിട്ടുള്ള എൻ്റെ സ്നേഹം അത് വേരൂന്നിയ സ്നേഹമാ. സ്തോത്രം. ആ ക്രിസ്തുവിൽ ഞാൻ വസിക്കുന്നിടത്തോളം ആ സ്നേഹത്തിന് വലിയ ആഴമുണ്ട്. ആമേൻ സ്തോത്രം. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. അവസാനത്തെ ഭാഗം അവിടെ ഇങ്ങനെ എഴുതുന്ന അതിൻ്റെ 19-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയും. 18-ാമത്തെ വാക്യം, വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രത്യേകത പറയുക, അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും ഒന്നും ഗ്രഹിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. അത് സകല മനുഷ്യൻ്റെയും പരിജ്ഞാനത്തെ കവിയുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് പകൽക്കാലം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽക്കാലവും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ദൈവമക്കൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് സ്തോത്രം ഒന്ന് മടങ്ങി വന്നിട്ട് സ്തോത്രം, അവൻ നമ്മുടെ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനിടയായി തീരട്ടെ. എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കണമെന്നോ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണമെന്നോ. ആമേൻ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പൂർണ്ണതയെ നാം എന്ത് ചെയ്യണം? അനുഭവിക്കണം. ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ തികഞ്ഞു വരണം. സ്തോത്രം. ബലഹീനരായ മറ്റു വിശ്വാസികളെ നോക്കാതെ കർത്താവിൻ്റെ സകല നിറവിലും ആമേൻ നാം നിറഞ്ഞു വരുവാനായിട്ട് ഇടയാകണം. സ്തോത്രം. ഇത് ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നവർക്ക് അടുത്ത വാക്കും കൂടെ ഉണ്ട്. അവിടെ അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ അടുത്തൊരു വാചകം കൂടെ ഉപയോഗിച്ചിരിക്കുക. 20-ാമത്തെ വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ആ. കഴിയുന്നവന് ആ. സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയുക, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചാൽ സ്തോത്രം നാം പ്രാർത്ഥിക്കുന്നത് നൽകി തരുവാൻ അത്യന്തപരമായി, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറമായി, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. ഇത് പകൽക്കാലവും അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരു നിമിഷം ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരല്പസമയം സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞാട്ടെ, ആമേൻ, ആ ശക്തി ഞാൻ തിരിച്ചറിയുകയാ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഞാൻ തിരിച്ചറിയുകയാ. ആമേൻ. അകത്തെ മനുഷ്യൻ ആ ശക്തിയോടെ ബലപ്പെടണം. ഇന്ന് പകൽക്കാലം ആ ശക്തി നമ്മി വ്യാപരിക്കുമ്പോൾ അവൻ രോഗസൗഖ്യം പ്രാപിപ്പാൻ ഇടയായി തീരും. ആ ശക്തി നമ്മി വ്യാപരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ മധ്യേ അവൻ നാം സംസാരിക്കാതെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. ആ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നാം കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ മധ്യേ, കഴിഞ്ഞ നാളുകളിൽ ചോദിക്കുകയും നനയ്ക്കുകയും ചെയ്ത വിഷയങ്ങളുടെ മധ്യേ അത്യന്തം പരമായി പ്രാർത്ഥിപ്പാൻ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവ ഈ ശക്തി നമ്മിൽ വ്യാപരിപ്പാൻ, അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നിറയപ്പെടേണ്ടതിന്, അവ ദൈവമായിട്ടുള്ള ബന്ധത്തെ പൂർണ്ണതയുടെ അനുഭവത്തിൽ നിറയുവാൻ ഇടയായി തീരേണ്ടതിന് ഇന്ന് പകൽക്കാലവും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മി വ്യാപരിക്കുമ്പോ ആ വിടുതലിന്റെ കരം നമ്മിലേക്ക് നീട്ടപ്പെടുകയാ. ആ ദൈവ പ്രവൃത്തി നമ്മിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. അവയെ നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ചെയ്തുകൊണ്ടിരിക്കുകയോ. ഇത് പകൽക്കാലം അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം, ആമേൻ, ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, ആമേൻ, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ആമേൻ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം തിരുമേശയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയാണ്. അബേ തിരുമേശയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും ആമേൻ പെട്ടെന്ന് മുമ്പോട്ട് കടന്നു വരുമല്ലോ. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും ആമേൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കൾക്ക്